എൻ്റെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഷെക്കന ന്യൂസിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ നിന്ന് നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നിത്യതയുടെ വെളിച്ചമാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, നമ്മുടെ മക്കൾക്ക് നിത്യതയുടെ ദർശനം ലഭിച്ചാൽ ആ മക്കളെ ഓർത്ത് നമുക്ക് കരയേണ്ടി വരികയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നാളും ആത്മനാശം സംഭവിക്കുകയില്ല. അവർ ലോകത്തിൻ്റെ ഏത് ദിക്കിലോ ഏത് രാജ്യത്തോ എത്രമാത്രം പാപം മ്ലേച്ഛതയുടെ നടുവിൽ ജീവിച്ചാലും നമ്മുടെ മക്കൾ വിശുദ്ധിയോടെ വിശ്വാസത്തിൽ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുന്ന കൃപയുടെ തലമുറയായിട്ട് മാറും. ഒരു വിശുദ്ധ തലമുറ നമുക്ക് വേണമെങ്കിൽ, ദൈവവചനത്തിൻ്റെ തലമുറയായി, സത്യവിശ്വാസത്തിൻ്റെ തലമുറയായി നമ്മുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തലമുറയ്ക്ക് ആവശ്യം നിത്യതയുടെ വെളിച്ചമാണ്, നിത്യജീവൻ്റെ പ്രത്യാശയാണ്. ഇന്ന് പലപ്പോഴും ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും ഇമ്പങ്ങളാലും അനേക മനുഷ്യ മനസ്സുകളെ പിശാച് ബന്ധിതമാക്കിയിരിക്കുകയാണ്. തന്നിമിത്തം കർത്താവിൻ്റെ മഹത്വം കാണുവാൻ, നിത്യതയുടെ വെളിച്ചം ദർശിക്കുവാൻ അനേകം ജീവിതങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നു, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വചനം. നമുക്കൊന്നിച്ച വചനം വായിക്കാം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എത്ര ശക്തമാണ് കർത്താവിൻ്റെ വചനം! പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ദേവൻ അതാരാണ്? പിശാചാണ്. അനേകം മനുഷ്യ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നു. എങ്ങനെ അന്ധമാക്കിയിരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ സുഖലോലുപതയാൽ, ഈ ലോകത്തിന് നശ്വരമായ ഭോഗേച്ഛകളാൽ, ഈ ലോകത്തിൻ്റെ ക്ഷണികമായ നിറങ്ങളും ഇമ്പങ്ങളും കാണിച്ച് നിത്യതയുടെ വെളിച്ചം കെടുത്തിക്കളഞ്ഞ് അനേകം മനുഷ്യ ജീവിതങ്ങളെ അവൻ അന്ധമാക്കി. വചനം പറയുന്നു, തന്നിമിത്തം അനേകർക്ക് സുവിശേഷത്തിൻ്റെ മഹത്വം കാണുവാൻ പറ്റുന്നില്ല, നിത്യതയുടെ വെളിച്ചം ദർശിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. നിത്യജീവൻ ഉണ്ടെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം മനുഷ്യ മനസ്സുകൾ അന്ധമായിരിക്കുന്നുവെന്ന് ജീവനുള്ള വചനം പഠിപ്പിക്കുക. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് കർത്താവിൻ്റെ സത്യവചനമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും വീണ്ടും ആത്മാവിൽ പറയട്ടെ, ഈ ലോകം കണ്ട് മാത്രം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. നമ്മുടെ ശരീരത്തിനു വേണ്ടി, ഈ ലോകത്തിൻ്റെ ക്ഷണികമായ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല കർത്താവ് ദാനമായി തന്ന ഈ മഹത്തരമായ ജീവിതം. നിത്യജീവനെ മുറുകെ പിടിച്ച് നിത്യതയുടെ ദർശനത്തിൽ കർത്താവിനോട് ചേർന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ സമർപ്പിത ജീവിതം, കർത്താവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണെന്നുള്ള ആ തിരിച്ചറിവോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ഇത് ലേഖനം 12-ാം അധ്യായം 2-ാം വചനത്തിൽ നമുക്ക് ഒരുമിച്ച വചനം വായിക്കാം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. കർശനമായ താക്കീത് പോലെ പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമ്മോട് പറയാ, നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ നെറ്റിത്തടത്തിൽ ആ പരിശുദ്ധ രക്തത്തിൻ്റെ മുദ്രയുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ കർത്താവിനും അവന്റെ വചനത്തിനുമുള്ളവരാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്ന കർത്താവേ, നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. കാരണം നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട്,
നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം ദൈവാലയമായി മാറുന്നത്. നമ്മൾ കർത്താവിനോട് അനുരൂപരായി ദൈവവചനത്തോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുക. നമ്മൾ ലോകസുഖങ്ങളോട് അനുരൂപം, ഇതൊക്കെ ക്ഷണികമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതാണ് ധ്യാനിച്ചത്. ഇതെല്ലാം താൽക്കാലികമാണ്. ആവർത്തിച്ച് ഈ സത്യം വീണ്ടും വീണ്ടും ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതിന് കാരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. പ്രാധാന്യമുള്ള സുവിശേഷ സത്യങ്ങളാണിത്. എന്താണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത? ലോകമെന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഈ സൃഷ്ടപ്രപഞ്ചമല്ല, സിസ്റ്റം ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ സംവിധാനങ്ങളാണ്. ഈ ലോകത്തിൻ്റെ സംവിധാനം കറപ്റ്റഡാണ്, പൊല്യൂട്ടഡാണ്. എല്ലാവിധ തിന്മകളാലും പാപത്തിൻ്റെ മ്ലേച്ഛതകളാലും ദുഷിപ്പുകളാലും ഇത് ആകെ കറപ്റ്റഡായിപ്പോയി. ആ സിസ്റ്റത്തോട് നിങ്ങൾ അനുരൂപരാകരുതെന്ന് പറയുന്നത്. ലോകം എന്താ പറയുന്നത്? നീ കള്ളു കുടിച്ചോ, നീ വ്യഭിചാരം ചെയ്തോ, നിന്റെ ശരീരം നിനക്ക് അവകാശപ്പെട്ടതാ, അത് നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നീ ഉപയോഗിച്ചോ, ഈ ലോകത്തിൻ്റെ ഏത് സുഖഭോഗങ്ങൾ നീ ആസ്വദിച്ചോ, നീ എൻജോയ് ചെയ്തോ. ഇതാണ് ലോകത്തിന് പറയാനുള്ളത്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള വഞ്ചനാത്മകമായ ചിന്തകളാൽ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. പ്രിയ ദൈവജനമേ, ഞാനും നീയും ഇത് മനസ്സിലാക്കണം. ഒരു ദൈവ പൈതലിനെ വചനം തരുന്ന മുന്നറിയിപ്പാണ്. വഞ്ചനാത്മകമായ വാക്കുകളാൽ, ചക്കര വാക്കുകളാൽ, ലോകത്തിൻ്റെ വക്രതയാർന്ന വാക്കുകളാൽ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവിനെന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നിന്നോട് സംസാരിക്കുന്നു, നിന്നോട് പറയുന്നുണ്ട്, എന്നോടും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കണം. എന്താണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത? 1 യോഹന്നാൻ 2:17, 1 ജോൺ 2:17 പറയുന്നു, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലോകവും ലോകത്തിൻ്റെ സകലവിധ മോഹങ്ങളും ബിംബങ്ങളും നിറങ്ങളെല്ലാം കടന്നു പോകുന്നു. ഇതെല്ലാം നശ്വരമാണ്. നമ്മളിന്ന് കാണുന്ന ഈ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ഭൗതികമായി ഉള്ള ഈ സുഖങ്ങളും ഇതെല്ലാം കടന്നു പോകുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ അറിയിക്കും. ഇതൊക്കെ ക്ഷണികമാണ് സഹോദരങ്ങളെ. ഈ കുമിള പോലെയാണ്. അത് വെറും താൽക്കാലികം, അല്പസമയത്തേക്ക് മാത്രമായിട്ടുള്ളതാണ്. വചനം പഠിപ്പിക്കും, ഇതെല്ലാം കടന്നു പോകും. എന്നാൽ കടന്നു പോകാത്തത് എന്താണ്? കർത്താവിൻ്റെ വചനം മാറിപ്പോകുന്നില്ല, ദൈവവചനത്തിന് മാറ്റമില്ല, സത്യവചനം പരാജയപ്പെടുന്നില്ല. ആരെല്ലാം വചനം അനുസരിക്കുന്നവോ അവർ നിലനിൽക്കുന്നു, ബാക്കിയെല്ലാം കടന്നു പോകുന്നു. ഹല്ലേലൂയ, ബാക്കിയെല്ലാം കടന്നു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം മനസ്സിലാക്കി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. നിത്യതയുടെ വെളിച്ചം നമ്മുടെ തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ വെളിച്ചം ഈ കാലഘട്ടത്തിന് നമ്മൾ നൽകണം. നമ്മൾ നിത്യജീവൻ്റെ പ്രേക്ഷിതരാണ്. നമ്മുടെ കുടുംബങ്ങൾ നിത്യജീവൻ്റെ പ്രേക്ഷിത കുടുംബങ്ങളാണ്. നിത്യജീവൻ അത് കർത്താവായ ഈശോ തന്നെയാണ്. ഈശോയാണ് നമ്മുടെ നിത്യജീവൻ. ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 27-28 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തിനെ കൽപ്പിച്ചാക്കിയിട്ടുള്ള 2 നിയമനങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് മരണം ഉറപ്പാണ്. ജനിച്ചാൽ നമ്മൾ മരിക്കണം. നമുക്കാർക്കും അതിൽ ഒരു സംശയവുമില്ല. മരണം മാത്രമല്ല, മരണശേഷം വിധി, ആ സ്പോട്ടിൽ വിധി നടക്കുന്നുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നുണ്ട്, തനത് വിധി എന്ന് പറയുന്നു. രണ്ടാമത്, കർത്താവിന് പ്രത്യാഗമനത്തിൽ സംഭവിക്കുന്ന അന്ത്യവിധി, പൊതുവിധി. എന്നാൽ നമ്മുടെ മരണസമയത്ത് ആ സ്പോട്ടിൽ നമ്മൾ വിധിയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. നമ്മൾ വിധിയിലൂടെ കടന്നു പോകും. അതിന് സഭ പറയുന്നതാണ് തനത് വിധി. പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു, നമുക്കൊരു തനത് വിധിയുണ്ട് സഹോദരങ്ങളെ. തനത് വിധി മാത്രമല്ല, നമുക്ക് അന്ത്യവിധി, പൊതുവിധിയുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1040 പറയുന്നു,
അന്ത്യവിധിയെക്കുറിച്ച്. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധിയുണ്ടാകും. ആ ദിവസവും മണിക്കൂറും പിതാവിന് മാത്രമേ അറിയാവൂ. അവിടുന്ന് മാത്രമാണ് ആ വരവിൻ്റെ നിമിഷം നിശ്ചയിക്കുന്നത്. അപ്പോൾ അവിടുന്ന് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ചരിത്രം മുഴുവൻ്റെയുമേൽ അന്തിമമായ വിധി പ്രസ്താവിക്കും. എത്ര ശക്തമായ ഭാഷയിലാണ് തിരുസഭ ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു അന്ത്യവിധിയുണ്ട്. നമ്മുടെ മരണശേഷം ഉടനെ സംഭവിക്കുന്ന തനത് വിധിയുണ്ട്. തനത് വിധി, അന്ത്യവിധി, പൊതുവിധി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിധി എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. കർത്താവ് നമ്മളത് പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരത് പറഞ്ഞിരിക്കുന്നു. തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. സഭാപിതാക്കന്മാരത് വിശ്വസിക്കുന്നു. നമുക്കൊരു വിധിയുണ്ട്. എല്ലാവരും ഉച്ചത്തിൽ നിന്ന് പറഞ്ഞേ, നമുക്കൊരു വിധിയുണ്ട്. പറഞ്ഞേ, നമുക്കൊരു വിധിയുണ്ട്. നമുക്കൊരു വിധിയുണ്ട്. നമുക്കൊരു വിധിയുണ്ട്. നമ്മളെല്ലാവരും ഈ വിധിയിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഇത് കർത്താവിൻ്റെ നീതിയാണ് സഹോദരങ്ങളെ. ഈ വിധി എന്ന് പറയുന്നത് കർത്താവിൻ്റെ നീതിയാണ്. കർത്താവിൻ്റെ നീതിയാണ്. അപ്പോൾ ഒന്നാമതായി നമുക്കൊരു വിധിയുണ്ട്. രണ്ടാമതായി നമുക്കൊരു ദിനമുണ്ട്, ജഡ്ജ്മെന്റ്. നമുക്കൊരു വിധി ദിനമുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 31-ാം വചനത്തിൽ എന്താണ് വചനം പറയുന്നത്? എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. എത്ര ശക്തമാണ് വചനം! അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു നമ്മളെ നീതിയോടെ വിധിക്കുവാൻ, ഓരോ ജീവിതത്തെയും നീതിയോടെ വിധിക്കുവാൻ ഒരു വിധി ദിനം നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു വിധി മാത്രമല്ല, നമുക്കൊരു വിധി ദിനമുണ്ട്. ജഡ്ജ്മെന്റ്, ഒരു വിധി ദിവസം നമുക്കുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു വിധി കർത്താവുണ്ട്. ഒരു ഉച്ചത്തിൽ പറഞ്ഞേ, നമുക്കൊരു വിധി കർത്താവുണ്ട്. പറഞ്ഞേ, നമുക്കൊരു വിധി കർത്താവുണ്ട്. നീതിമാനായ ന്യായാധിപൻ, നീതിമാനായ ന്യായാധിപൻ, അവനാണ് നമ്മുടെ വിധി കർത്താവ്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. നമ്മുടെ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്നവനാണ്. അവൻ നമ്മുടെ രക്ഷയാണ്. അവൻ നമ്മുടെ സൗഖ്യമാണ്. അവൻ വിശ്വസ്തനാണ്. കർത്താവ് പരിശുദ്ധനാണ്. കർത്താവ് മഹത്വപൂർണനാണ്. നമ്മുടെ കർത്താവ് സ്നേഹവും ശാശ്വതവുമായ കാരുണ്യമുള്ളവനാണ്. എന്നാൽ മറക്കരുത്, നമ്മുടെ കർത്താവ് നീതിമാനായ ന്യായാധിപനാണ്. അവൻ നമ്മുടെ വിധി കർത്താവാണ്. അവൻ നമ്മുടെ വിധി കർത്താവാണ്. ഇസ് അവർ ജഡ്ജ്. അവൻ നമ്മുടെ വിധി കർത്താവാണ്. ഓ, എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം! പലപ്പോഴും നമ്മളിത് ചിന്തിക്കുന്നില്ല. നമ്മളെ സുഖപ്പെടുത്തുന്ന കർത്താവ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവ്, നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നമ്മളെ രക്ഷിക്കുന്ന കർത്താവ്, അതിലൊരു സംശയവുമില്ല. എന്നാൽ മറക്കരുത്, അത് മാത്രമല്ല നമ്മുടെ കർത്താവ്, അവൻ നമ്മുടെ ന്യായാധിപനാണ്. ഹീസ് അവർ ജഡ്ജ്. അവൻ നമ്മുടെ വിധി കർത്താവാണെന്ന് പരിശുദ്ധ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ സഭ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 42-ാമത്തെ വചനം, ദ ബുക്ക് ഓഫ് ആക്ട്സ് 10:42. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധി കർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. വിധി കർത്താവായി ദൈവപിതാവ് അവനെ കർത്താവായി യേശുവിനെ നിയോഗിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ വിധി കർത്താവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനം 5:22. ഭയഭക്തി ആദരവോടെ നിങ്ങളെ വചനം വായിച്ച്, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനായ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. വിധി മുഴുവൻ ഈശോയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിധി കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവായ യേശുവാണ്. വചനം പഠിപ്പിക്കുന്നു, യേശുവാണ് നമ്മുടെ വിധി കർത്താവ്. അവൻ നമ്മുടെ ന്യായാധിപനാണ്. 5-ാം അധ്യായം 27-ാം വചനത്തിൽ 22 മാത്രമല്ല 27-ാമത്തെ വചനം നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച്, യോഹന്നാൻ 5:27 എന്താ പറയുന്നത്? മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും
അവന് നൽകിയിരിക്കുന്നു. വിധിക്കാനുള്ള അധികാരവും കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. വിധിക്കാനുള്ള പൂർണ്ണമായ അധികാരം ആരുടെ കരങ്ങളിലാണ്? നമ്മുടെ കർത്താവ് യേശുവിന്റെ കരങ്ങളിലാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, അവൻ നിന്റെ വിധി കർത്താവാണ്. അവൻ നിന്റെ വിധി കർത്താവാണ്. നമ്മുടെ സൗഖ്യദായകൻ, നമ്മുടെ പരിപാലകൻ, നമ്മളെ സുഖപ്പെടുത്തുന്നവൻ, നമ്മുടെ ഇടയൻ, അവൻ വിശ്വസ്തനായ രാജാവ്, നാഥന്മാരുടെ നാഥൻ. ഇതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ വചനം വീണ്ടും പഠിപ്പിക്കുന്നു, അവൻ നമ്മുടെ ന്യായാധിപൻ കൂടിയാണ്, വിധി കർത്താവ്. വിധി മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു അവബോധത്തോടെ നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം സഹോദരങ്ങളെ. നമ്മളൊരു വിധിയെയും ഭയപ്പെടേണ്ട. ആരാണ് വിധിയെ ഭയപ്പെടാതെയുള്ളവർ? കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്കാണ്. ജീവിതം ക്രിസ്തുവായിട്ടുള്ളവരെ ഒരു വിധിയെയും ഭയപ്പെടേണ്ട. എന്നാൽ എൻ്റെ ജീവിതം ക്രിസ്തുവിലാണോ? എൻ്റെ ജീവിതം കർത്താവിനോട് ചേർന്നാണോ? എൻ്റെ ജീവിതം പരിശുദ്ധ വചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കുവാനാണ് ഷെക്കേന ന്യൂസിലൂടെ ഈ ഒരു ശുശ്രൂഷ ആത്മാവ് നമുക്കായി നൽകിയിരിക്കുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു വിധി മാത്രമല്ല, വിധി ദിനം മാത്രമല്ല, വിധി കർത്താവ് മാത്രമല്ല, നമുക്കൊരു നീതിപീഠമുണ്ട്. ആ നീതിപീഠത്തിന് മുൻപിൽ നമ്മളെല്ലാം നിൽക്കേണ്ടി വരും. ആ നീതിപീഠത്തിന് മുൻപിൽ നീ നിൽക്കേണ്ടി വരും, ഞാൻ നിൽക്കേണ്ടി വരും. ഈ ലോകത്തിലെ സകല മനുഷ്യരും, ആർക്കും അതിൽ ഒഴികഴിവില്ല സഹോദരങ്ങൾ. എത്ര ഉന്നതനാണെങ്കിലും, എത്ര കഴിവുള്ളവനാണെങ്കിലും, സമ്പത്തുള്ളവനാണെങ്കിലും, പാണ്ഡിത്യമുള്ളവനാണെങ്കിലും, ലോകസ്വാധീനമുള്ളവനാണെങ്കിലും, നമ്മൾ ആര് തന്നെയാണെങ്കിലും ഈ നീതിപീഠത്തിന് മുൻപിൽ സകല മനുഷ്യരും നിൽക്കേണ്ടി വരുമെന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ്. സഭാപ്രസംഗിൻ്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം വചനം. എന്താ വചനം പറയുന്നത്? നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും. നീതിപീഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരും. നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു നീതിപീഠമുണ്ട്. അവിടെ റെക്കമെൻഡേഷൻ ഇല്ല, കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല, അവിടെ ആരെയും സ്വാധീനിക്കാൻ പറ്റുകയില്ല. ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും വസ്തുവകകളോ, ലോകത്തിൽ നമ്മൾ പലപ്പോഴും ശ്രേഷ്ഠമായി കാണുന്ന പല ഗിഫ്റ്റുകൾ കൊടുത്തിട്ടൊന്നും അവിടെ കർത്താവിനെ സ്വാധീനിക്കാൻ പറ്റില്ല. വിധി കർത്താവിനെ, ജഡ്ജിനെ, വിധി പറയുന്ന ന്യായാധിപനെ കൈക്കൂലി കൊടുത്ത് മയക്കാൻ പറ്റുന്ന ആ പരിപാടി ലോകത്തിൽ അതൊന്നും അവിടെ ഇല്ല സഹോദരങ്ങളെ. നോ റെക്കമെൻഡേഷൻ. നമ്മളെല്ലാവരും ഈ നീതിപീഠത്തിന് മുമ്പിൽ നിൽക്കും. നീതിയോടെ കർത്താവ് നിന്നെ വിധിക്കും, എന്നെ വിധിക്കുമെന്ന് വചനം പഠിപ്പിക്കുക. നീതിയോടെ കർത്താവ് നമ്മളെ വിധിക്കും. അവൻ നീതിമാനായ ദൈവമാണ്, നീതിയുള്ള വിധി കർത്താവാണ്. അനീതിയില്ല, മുഖപക്ഷമില്ല. അവനെ സ്വാധീനിക്കാൻ പറ്റില്ല, കൈക്കൂലി കൊടുത്ത് അവനെ മയക്കാൻ പറ്റത്തില്ല. അവൻ നീതിയോടെ നമ്മളെ വിധിക്കുമെന്ന് വചനം പറയുന്നു. നിത്യതയുടെ സുവിശേഷത്ര പ്രധാനപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്, ഈ ഒരു വെളിച്ചം നമ്മുടെ ആത്മാവിൽ പ്രകാശിതമായാൽ നമ്മുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെട്ടു, നമ്മുടെ കുടുംബങ്ങൾ കൃപയുടെ വഴിയിലായി. പിന്നെ അവിടെ ഡിവോഴ്സുകളില്ല, കുടുംബ കലഹങ്ങളില്ല, അവിടെ വെറുപ്പില്ല, പ്രതികാര ചിന്തകളില്ല, അവിടെ സ്വാർത്ഥതകളില്ല, അവിടെ അഹങ്കാരമില്ല. ചെറുതാകാനും വിട്ടുകൊടുക്കുവാനും സ്നേഹിക്കുവാനും എളിമപ്പെടുവാനും പരസ്പരം ക്ഷമിക്കുവാനും പങ്കുവയ്ക്കുവാനും നമുക്കൊക്കെ സാധിക്കും. പലപ്പോഴും നമ്മൾ മർക്കടമുഷ്ടിയോടെ, പിടിവാശിയോടെ, മാത്സര്യത്തോടെ, പ്രതികാര ചിന്തയോടെ, ജഡീകതയിൽ, ലോക സുഖഭോഗങ്ങളിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഈ വെളിച്ചമില്ലാത്തത് കൊണ്ട്. നിത്യതയുടെ വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. നിത്യതയുടെ വെളിച്ചം കിട്ടിയ ഒരു ആത്മാവും ബോധപൂർവം തൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ തയ്യാറാവുകയില്ല. അതിന് കൃത്യമായ തെളിവാണ് സഭയുടെ വിശുദ്ധാത്മാക്കൾ. വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള മരിയ ഗോരത്തി, കാമവെറിപ്പൂണ്ട് ജഡീകതയിൽ സാത്താൻ ബന്ധിച്ച ഒരു ആത്മാവായിരുന്നു ആ സമയങ്ങളിൽ അലക്സാണ്ടർ. മരിയ ഗോരത്തിയെ നശിപ്പിക്കുവാൻ
അവളെ ശാരീരികമായി ദുരുപയോഗിക്കുവാൻ അലക്സാണ്ടർ അവളെ അരികിൽ വന്നപ്പോൾ ആ പൊന്നുമോള് ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു, അലക്സാണ്ടറെ, പാപത്തേക്കാൾ ഭേദം മരണമാണ്, നിനക്കെന്നെ നശിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ നിനക്ക് പറ്റില്ല. എൻ്റെ ശരീരത്തിൽ കൊല്ലാൻ പറ്റും, പക്ഷേ എൻ്റെ ആത്മാവിനെ തൊടാൻ പറ്റില്ല, ദുഷിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ സഹോദരങ്ങളെ, അവൾ ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി ഉറച്ചു നിന്നു. അവൾ ആ പാപത്തിന് കൂട്ടു നിന്നില്ല. തന്മൂലം കോപാക്രാന്തനായ അലക്സാണ്ടർ അവളെ 13 പ്രാവശ്യം ആ കത്തി കൊണ്ട് കുത്തി കുത്തി അവളെ കൊലപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ്? ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച് തൻ്റെ ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള മരിയ ഗോരത്തിക്ക് കഴിഞ്ഞത് നിത്യതയുടെ വെളിച്ചമായിരുന്നു. അവൾക്ക് 11 വയസ്സ് പ്രായമുണ്ടെങ്കിലും അവളുടെ ആത്മാവിൽ ഈ വെളിച്ചം പ്രകാശിതമായിരുന്നു. അവൾ നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചു. നിത്യജീവനെ മുറുകെ പിടിച്ചു. അലക്സാണ്ടർ കത്തിയെടുത്ത് അവളെ കുത്തി കൊലപ്പെടുത്തുമ്പോഴും അവൾ നിത്യജീവനെ മുറുകെ പിടിച്ചു. അവളുടെ കർത്താവിനോട് ചേർന്ന് വിശ്വസ്തയോടെ ജീവിച്ചു. ഹല്ലേലൂയ, സ്തുതിക്കുന്ന കർത്താവേ, കൃപൊഴുകട്ടെ. എത്ര വിശുദ്ധാത്മാക്കൾ, രക്തസാക്ഷികൾ, സഭാപിതാക്കന്മാര് ഈ കാലഘട്ടത്തിലും കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനുമായി ബലിയാടുകളാകുന്ന, രക്തസാക്ഷികളാകുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവർക്കെല്ലാം ഈ വിശ്വാസ വീര്യം കിട്ടുന്നത് ഈ നിത്യതയുടെ പ്രത്യാശയിൽ നിന്നാണ്. നമ്മുടെ തലമുറയ്ക്ക് ഇതാണ് വേണ്ടത്. എത്ര ദിവസങ്ങളായി ഷെക്കേന ന്യൂസിലൂടെ പലരും എന്നോട് ചോദിച്ചു, വളരെ അടുപ്പിച്ച് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളാണല്ലോ ഷെക്കേനയിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, അത് മറ്റു വിഷയങ്ങൾ ലഭിക്കാഞ്ഞിട്ടല്ല, മറ്റ് വചന സന്ദേശങ്ങൾ ഇല്ലാഞ്ഞിട്ടുമല്ല. ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നിത്യതയുടെ സുവിശേഷമാണ്. ഇറ്റേണൽ ഗോസ്പൽ, സനാതന സുവിശേഷം. ഈ സുവിശേഷമാണ് ഇന്ന് യഥാവിധി സഭയിൽ പ്രഘോഷിക്കപ്പെടേണ്ടത്. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷാലയങ്ങളിൽ നിത്യതയുടെ സുവിശേഷം പ്രഘോഷിച്ച് ഈ തലമുറയെ മാനസാന്തരത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും നയിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഇത് ആത്മാവിൻ്റെ മനസ്സാ, ഇത് കർത്താവിൻ്റെ ചിന്തയാണ്, കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഈ വചനവേദിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പങ്കുവെക്കുന്നത്. ഒരു ആമേൻ പറഞ്ഞേ. നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു വിധി കർത്താവുണ്ട്. അവൻ നീതിയോടെ നമ്മളെ വിധിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വിധിക്കപ്പെടുന്നത് ഒന്ന് നമ്മുടെ സംസാരത്തിൽ നമ്മൾ വിധിക്കപ്പെടും. നമ്മുടെ നാവിനെ നമ്മൾ പിശാചിന് വിട്ടുകൊടുക്കരുത്. പലപ്പോഴും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാൻ, നമ്മുടെ ബന്ധങ്ങളെ ശിഥിലീകരിക്കാൻ, കർത്താവ് രൂപപ്പെടുത്തിയ കൂട്ടായ്മകളെ, മിനിസ്ട്രികളെ ദുഷിപ്പിച്ച് കളയാൻ നമ്മുടെ നാവിൽ പിശാച് നരകത്തിൻ്റെ തീ കൊളുത്തും. പരദൂഷണമായി, ഏശനികളായി, അപവാദങ്ങളായി, മുറിപ്പെടുത്തുന്ന വാക്കുകളായി, കുറ്റപ്പെടുത്തുന്ന വാക്കുകളായി, വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, മത്സരത്തിൻ്റെ വാക്കുകൾ, ഇതെല്ലാം നരകത്തിൻ്റെ തീയ. അങ്ങനെ നരകത്തിൻ്റെ തീനാവാക്കി നമ്മൾ പോലും അറിയാതെ പിശാച് നമ്മുടെ ജീവിതത്തെ ട്വിസ്റ്റ് ചെയ്യും. ഇന്ന് ഒരുപാട് പേർക്ക് കൃപ നഷ്ടപ്പെട്ടു പോകുന്നത്, അഭിഷേകം അത് ചോർന്നു പോകുന്നതിന് കാരണം അവരുടെ സംസാരമാണ് സഹോദരങ്ങളെ. നമ്മുടെ സംസാരത്തിൽ കർത്താവ് നമ്മളെ വിധിക്കും. കൃപയോടെ സംസാരിക്കുക. നമുക്ക് അരിശൊക്കെ വരും, ചിലത് നമ്മൾ അരിശപ്പെടണം. പക്ഷേ അരിശത്തിൽ, ആ മുൻകോപത്തിൽ നമ്മൾ മാസങ്ങളോളം ജീവിക്കരുത്. അത് വെറുപ്പിൽ നിന്നല്ല. ഒരു അപ്പൻ, ഒരു അമ്മ തൻ്റെ മക്കളെ ശാസിക്കണം. ചിലപ്പോൾ അരിശപ്പെടും അവരോട്, അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ച് അവരെ നശിപ്പിക്കുവാനും തകർക്കുന്ന വിധത്തിലുള്ള ശാപവാക്കുകൾ, തെറിവാക്കുകൾ, ചീത്തവാക്കുകൾ, അല്ലെങ്കിൽ ആ വെറുപ്പ്, വൈരാഗ്യം, അങ്ങനെ അതല്ല കർത്താവ് പറയുന്നത്. നമ്മൾ ശാസിക്കണം. നമുക്ക് കോപം വരും, അരിശം വരും, ഇതൊക്കെ ഈശോയ്ക്ക് അറിയാം. പക്ഷേ നമ്മൾ അതിനെ ഓർത്ത് അനുതപിക്കണം. ചില സന്ദർഭങ്ങളിൽ ചില തിരുത്തലുകൾ വേണ്ടി വരും. നമ്മൾ ശാസിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ആ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല സഹോദരങ്ങളെ. അനാവശ്യമായ സംസാരങ്ങൾ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, ചീത്ത വാക്കുകൾ, അതുപോലെ പരദൂഷണത്തിൻ്റെ വാക്കുകൾ. വചനം പറയുന്നുണ്ട് അവസാന നാളുകളിൽ നിന്ദകരായ പരദൂഷകർ വെളിപ്പെടും. പരദൂഷകരെ കള്ളക്കഥകൾ പറയുക, നുണക്കഥകൾ പറഞ്ഞ് മിനിസ്റ്റുകളെ തകർക്കുക, ദൈവദാസന്മാരെ മലിനപ്പെടുത്തുക, പൊതുസമൂഹത്തിൽ അവർക്കുള്ള സ്വാധീനത ഇല്ലാതാക്കുക. ചില കള്ളനാണയങ്ങളുണ്ട്, ചില കളകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ഒരുപോലെ ദുഷിച്ചു പോയിട്ടില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ ഈ നാളുകളിൽ കർത്താവ് ഒരു വേർതിരിക്കുന്നുണ്ട്. കളയും വിളയും വേർതിരിക്കുന്നുണ്ട്. ചില കളകൾ, ചില പതിരുകൾ കർത്താവ് വെളിപ്പെടുത്തും. അസ്വസ്ഥപ്പെടേണ്ട. പക്ഷെ എല്ലാം പതിരുകളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുതേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അതുകൊണ്ട് നമ്മുടെ സംസാരം കൃപയുള്ളതാകണം. നമ്മുടെ സംസാരത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവണം. മത്തായിയുടെ സുവിശേഷം 12:36 ഈശോ പറഞ്ഞു, മത്തായി 12:36. എന്താ കർത്താവ് പഠിപ്പിച്ചത്? ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് കർത്താവിൻ്റെ ശ്രേഷ്ഠമായ പ്രബോധനമാണ്. മനുഷ്യർ പറയുന്ന, ഞാനും നിങ്ങളും പറയുന്ന ഓരോ വ്യർത്ഥമായ വാക്കിനും, പരദൂഷണത്തിൻ്റെ വാക്കുകൾ, ഏഷണി വാക്കുകൾ, തെറി വാക്കുകൾ, മ്ലേച്ഛമായ വാക്കുകൾ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ, മറ്റുള്ളവരുടെ ആത്മാവിനെ നശിപ്പിക്കുമാറുള്ള ദുഷിപ്പിൻ്റെ വാക്കുകൾ, ഈ വാക്കുകളെ പ്രതി കർത്താവ് പറയാണ്, വിധി ദിവസത്തിൽ നീ കണക്ക് പറയേണ്ടി വരും, നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ അക്കൗണ്ടബിളാണ്. എന്താണ് ഈ വചനത്തിനർത്ഥം? നമ്മുടെ സംസാരത്തെ പ്രതി കർത്താവ് നമ്മളെ വിധിക്കും. ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ? ഈ വചനം നീ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയ സഹോദര സഹോദരി, ഈ വചനം നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരം തീർച്ചയായിട്ടും മാറിപ്പോവും. ഈ ഞഞ്ഞാപ്പിഞ്ഞ കശപ്പിച്ച വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മൾ കൃപ നഷ്ടപ്പെടും. ഒരു ലോകവർത്തമാനങ്ങൾ, അനാവശ്യമായ വ്യർത്ഥഭാഷണങ്ങൾ, ലൗകികമായ ഭാഷണങ്ങൾ. ചില വ്യക്തികളുണ്ട് വളരെ മോശപ്പെട്ട് വാ തുറന്നു കഴിഞ്ഞാൽ മ്ലേച്ഛമായ വാക്കുകൾ പറയുന്നവർ, തെറിവാക്കുകൾ പറയുന്നവർ, ചുമ്മാ തമാശയ്ക്ക് ഇങ്ങനെ കള്ളത്തരങ്ങൾ, നുണകൾ പറഞ്ഞിങ്ങനെ സ്വയം ഇങ്ങനെ സന്തോഷിക്കുന്ന കുറേ ആത്മാക്കൾ. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥമായ വാക്ക്, എല്ലാം നല്ല ഓരോ വ്യർത്ഥമായ വാക്കിനും, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, ഓരോ വ്യർത്ഥമായ വാക്കിനും പ്രതി വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കർത്താവിൻ്റെ പ്രബോധനമാണിത്. അപ്പോൾ നമ്മുടെ സംസാരത്തെ പ്രതി ഇതുപോലെ തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വചനത്തിൽ വീണ്ടും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ഉച്ചത്തിൽ വചനം എല്ലാവരും ഏറ്റു പറഞ്ഞ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവര് ന്യായവിധിക്ക് അർഹനാകും. വളരെ അനാവശ്യമായി കോപിക്കുക, അസ്വസ്ഥപ്പെടുത്തുക, പ്രകോപിപ്പിക്കുക സ്വന്തം സഹോദരനോട്, സഹോദരിയോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവർ, പ്രിയപ്പെട്ടവർ, നമ്മുടെ ഒപ്പമുള്ളവർ. അത് കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം, സഭയിലാകാം, നമ്മുടെ ജോലി സ്ഥലത്താകാം, ശുശ്രൂഷ മേഖലകളിലാകാം. അനാവശ്യമായി കോപിക്കുക ന്യായവിധിക്ക് അർഹനാകുന്ന പറയുന്നത്. എത്ര കഠിനമായ വാക്കായത് എൻ്റെ ദൈവമേ! കർത്താവിൻ്റെ ഈ പരിശുദ്ധ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു വിശുദ്ധ ഭയം, ഒരു ഹോളി ഫിയർ നമുക്ക് വേണം. നമ്മൾ ന്യായവിധിക്ക് അർഹരാകും. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ഒന്ന് വായിച്ച്, സഹോദരനെ പൊട്ടി എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ അരിശം കൊണ്ട് പറയുന്നുണ്ടാവും. രണ്ടും ഉണ്ട് ഇതിൽ. എന്ന് വിളിക്കുന്നവർ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായി തീരുമെന്ന് വചനം പഠിപ്പിക്കുകയും വചനം പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം! നമ്മുടെ സംസാരങ്ങളെ പ്രതി, നമ്മുടെ വാക്കുകളെ പ്രതി നമ്മൾ വിധിക്കപ്പെടുമെന്ന് ഇതാരാ പഠിപ്പിച്ചത്? വിശുദ്ധ പത്രോസ്, പൗലോസ് സ്ലീഹന്മാരല്ല, മറ്റ് സഭാപിതാക്കന്മാരല്ല,
സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മളിപ്പോൾ വായിച്ച് ധ്യാനിച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ ചെയ്യണമേ. ഞങ്ങളുടെ സംസാരത്തിൽ വിശുദ്ധി സൂക്ഷിക്കാൻ, കൃപയോടെ സംസാരിക്കാൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം അവിടെ പൗലോസിലേക്ക് പറയാണ്. എന്താ പറയുന്നത്? 29-ാമത്തെ വാക്യം വായിച്ച്. 29. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ, അശുദ്ധമായ വാക്കുകൾ, മ്ലേച്ഛമായ വാക്കുകൾ, തെറി വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, നമ്മളെങ്ങനെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പകരുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സംസാരത്തിൽ പ്രകോപിപ്പിക്കരുതെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ കൃപയ്ക്ക് വേണ്ടി നമ്മളത് പ്രാർത്ഥിക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. വിശുദ്ധ ഭയത്തോടെ ആദരവോടെ കർത്താവിൽ എഴുന്നേറ്റ് നിൽക്കണം. അനാവശ്യമായി നമ്മൾ സംസാരിക്കരുത്. നമ്മുടെ നാവിനെ നമ്മൾ ദുരുപയോഗിക്കരുത്. അശുദ്ധിക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത്. നമ്മുടെ അധരം കൃപയുള്ള അധരമാകണം. നമ്മുടെ അധരത്തിൽ വചനമുണ്ടാകണം. അനോയിന്റിങ്, അഭിഷേകത്തോടെ നീ സംസാരിക്കണം. കേൾക്കുന്നവർക്ക് ആത്മീയ ചൈതന്യം ലഭിക്കുമാറ് നിന്റെ സംസാരത്തെ പ്രതി നമ്മൾ വിധിക്കപ്പെടും. ഇത് കെട്ടുകഥയല്ല. വിധി എന്ന് പറയുന്നത് ഒരു തമാശയല്ല സഹോദരങ്ങളെ. നമ്മുടെ സംസാരത്തെ പ്രതി കർത്താവ് എന്നെയും നിന്നെയും വിധിക്കുമെന്ന് നമ്മൾ സുവിശേഷത്തിൽ ഇപ്പോൾ ധ്യാനിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ കൃപ ചെയ്യണമേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയി എല്ലാ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കണം. അനുതാപത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകൃപ നിറയട്ടെ. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു മകൻ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു സമർപ്പിതി എന്ന നിലയിൽ, ഒരു വന്യ വൈദികൻ എന്ന നിലയിൽ, കർത്താവിനെ വിളിക്കപ്പെട്ട ഒരു ജീവിതം എന്ന നിലയിൽ കൃപയാൽ വിശുദ്ധീകരിക്കപ്പെടുക, ദൈവകൃപയാൽ പൊതിയപ്പെടുക. നമ്മുടെ തലമുറകൾ വിശുദ്ധ തലമുറകളാകാൻ, വചനത്തിന്റെ തലമുറകളാകാൻ ഇരുകരമുയർത്തി എല്ലാം മറന്ന് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയേ. ഒഴുകട്ടെ, ആയിരങ്ങളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. അനേകം കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, എല്ലാ ജനപദങ്ങളിലേക്കും കർത്താവിൽ നിന്ന് കൃപ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഇതാ ദൈവശക്തി വ്യാപരിക്കുന്നു. അത്ഭുതകരമായ അഭിഷേകം വെളിപ്പെടുന്നു. കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. അനേക മനുഷ്യ മനസ്സുകളെ കർത്താവ് നിത്യയുടെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഒഴുകട്ടെ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. അഭിഷേകം. ഈശോയെ നന്ദി. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനുതാപം തരണമേ, മനസ്സാന്തരം തരണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധി ചെയ്യണമേ. നിത്യതയുടെ ദർശനം തരണമേ. ആമേൻ, ആമേൻ. കരങ്ങളടിച്ച്, ശക്തിയോടെ കരങ്ങളടിച്ച് എല്ലാവരും പോരാ, എല്ലാവരും ഒന്നിച്ച് ഞങ്ങളായിരിക്കുന്നിടത്ത് കരമടിച്ച് കൃപയോടെ പാടി സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരിയെങ്ങുമേ പെയ്തിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ആ ബോധ്യത്തോടെ ജീവിക്കട്ടെ. നിനക്കൊരു വിധിയുണ്ട്, ഒരു വിധി കർത്താവുണ്ട്. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരിയെങ്ങുമേ പെയ്തിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരിയെങ്ങുമേ പെയ്തിടട്ടെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്
അവൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ ദയയെന്നും കൃപ ഒഴുകട്ടെ. വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്. കർത്താവ് പകരുന്ന കൃപയെ സ്വീകരിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി ഒന്നിച്ചു വിളിക്കുന്നു, യേശുവേ, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, ഒഴുകട്ടെ. കർത്താവേ, കരങ്ങൾ നീട്ടി അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ ജനത്തെ സുഖപ്പെടുത്തണമേ, അവരുടെ ജനത്തെ വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഒന്നിച്ചു വിളിക്കുന്നു ഈശോയെ, ജീസസ്, ജീസസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു. സ്തുതി. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ സംസാരം കൃപയിലായിരിക്കാം. ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ നാവിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ നാവിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. ഞങ്ങളുടെ നാവിലുള്ള എല്ലാ അശുദ്ധികളും അത് ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിന്റെ നാവ് പോലെ ആകട്ടെ, വിശുദ്ധിയുള്ള നാവാകട്ടെ, കൃപയുള്ള നാഥനമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വചനം എത്ര ജീവനുള്ള വചനമാണ്. ജെറമിയ പ്രവചനം 15-ാം അധ്യായം 19-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. ദ ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 15 വേഴ്സ് 19. കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്ന് എൻ്റെ സന്നിധിയിൽ വന്നാൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ, വിലകെട്ടവ പറയാതെ. നമ്മുടെ നാവ് കൃപയുടെ നാവാണ്. എൻ്റെയും നിൻ്റെയും അധരം ഇത് അഭിഷേകമുള്ള അധരമാകണം. വിലകെട്ടവ പറയാനുള്ളതല്ല നമ്മുടെ നാവ്. നമ്മൾ കഴിഞ്ഞ സമയത്ത് കണ്ടു, വ്യർത്ഥമായ ഓരോ വാക്കിനെ പ്രതി വിധി ദിവസത്തിൽ നീ കണക്ക് പറയേണ്ടി വരുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിക്കും. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് വചനമാണ്. നീ വിശ്വസിച്ചാൽ നിനക്ക് നല്ലത്, നീ വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് തന്നെ നഷ്ടം. ഇത് അപ്പനെ പരിപാടിയ സഹോദരങ്ങളെ. ആര് വിശ്വസിക്കുന്നുവോ അവർക്കത് കൃപയായിട്ട് മാറും. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ചത്, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ വചനത്തിൽ, സഭയിൽ, സഭയുടെ സത്യപ്രബോധനങ്ങളിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്കാണ് നിത്യജീവനുള്ളത്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ നീ കൃപയോടെ സംസാരിച്ച, നിന്റെ വാക്കുകളിൽ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിന്നാൽ, കർത്താവ് പറയാണ്, നീ എൻ്റെ നാവ് പോലെയാകും. കർത്താവിൻ്റെ നാവായി മാറുവാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. നമ്മുടെ നാവ്, കർത്താവിൻ്റെ നാവ് എത്ര ഉന്നതമായ പദവിയാണ്. എന്താ കർത്താവിൻ്റെ നാവിൻ്റെ പ്രത്യേകത? ഇറ്റ്സ് എ ക്രിയേറ്റീവ് പവർ. അതിനെ സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട്, അതിനെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്, അതിനെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ട്, അതിനെ അനുഗ്രഹിക്കാനുള്ള ശക്തി. ഉണ്ടാകട്ടെ, ഒറ്റ വാക്ക് വെളിച്ചമുണ്ടായി. ഉണ്ടാകട്ടെ, ഒരൊറ്റ വചനം കൊണ്ടാണ്. The world was created by the word of God. By the word of God. ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടാകട്ടെ. ഈ ഒറ്റ വചനം ഇറ്റ്സ് എ ക്രിയേറ്റീവ് പവർ. ഇല്ലാത്തതൊന്ന് അവിടെ രൂപപ്പെടുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ നാവിനെ സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. വചനം പറയുക, ഇതുപോലെ നിന്റെ നാവ് മാറുന്നു. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കും. അവിടെ ഡെലിവറൻസ് ഉണ്ടാകും, ഹീലിംഗ് ഉണ്ടാകും, കൺവെർഷൻ ഉണ്ടാകും. അവിടെ കൃപ ഒഴുകും, ദൈവാനുഗ്രഹം വ്യാപരിക്കും. എപ്പോഴാ? വിലകെട്ടവ പറയാതെ നിന്റെ നാവിനെ നീ കൃപയിൽ സൂക്ഷിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ സംസാരത്തെ പ്രതി മാത്രമല്ല, നമ്മുടെ പ്രവർത്തികളെ പ്രതി നമ്മളെ കർത്താവ് വിധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കണം. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന് ചിന്തിച്ച് നമ്മൾ ജീവിക്കരുത് സഹോദരങ്ങളെ. God sees everything. God knows everything. ചിലപ്പോൾ നിൻ്റെ ഭാര്യ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. കുറച്ചൊക്കെ നമുക്ക് കബളിപ്പിച്ച് അഭിനയിച്ച് കപടതയോടെ ജീവിക്കാൻ പറ്റും നമുക്ക്. എൻ്റെ ഭർത്താവ് അറിയണമെന്നുണ്ടാവില്ല. നമ്മുടെ മാതാപിതാക്കൾ അറിയാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, നമ്മുടെ അധികാരികൾ അറിയാത്തത്. എന്നാൽ അറിയുന്നൊരു കർത്താവുണ്ട്. 10,000 സൂര്യനേക്കാൾ
തേജസ്സുള്ള കണ്ണുകൾ. 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ ഉണ്ടാകുന്നൊരു പ്രകാശം നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയാ, ഇതിനേക്കാൾ പവർഫുള്ളാണ് കർത്താവിൻ്റെ കണ്ണുകൾ. ഒന്നുപോലും അവിടുത്തെ മുൻപിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുന്ന് എല്ലാം കാണുന്നു, എല്ലാം കർത്താവ് കാണുന്നു, ലൈവായി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ടെലിവിഷനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിങ്ങൾ ഈ വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ചൈതിയും നമ്മുടെ ഓരോ പ്രവൃത്തിയും അത് നല്ലതുമാകാം ചീത്തയുമാകാം, അതെന്തുമാവട്ടെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തികളെ നോക്കി പുഞ്ചിരിച്ച് പറഞ്ഞ് കർത്താവ് എല്ലാം കാണുന്നു എന്ന് പറഞ്ഞ്, കർത്താവ് എല്ലാം കാണുന്നു എന്ന് പറഞ്ഞ്, കർത്താവ് എല്ലാം കാണുന്നു. നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ജെറമിയ പ്രവചനം 7-ാം അധ്യായം 3-ാം വചനത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളെ നേരെയാക്കുവീൻ, നിന്റെ ചൈതികളെ നേരെയാക്കുവീൻ. ദൈവവചനം എന്തു പറയുന്നുവോ അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നീ തയ്യാറാവുക എന്ന് ആത്മാവ് പഠിപ്പിക്കുക. നിന്റെ ചൈതികളെ നീ ക്രമപ്പെടുത്തണം. നമ്മുടെ താൽക്കാലികമായ സുഖങ്ങളും നേട്ടങ്ങളും അല്ലെങ്കിൽ നമുക്ക് നശ്വരമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതത്തെ, നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കുമ്പോൾ സഹോദരാ, നീ അറിയുന്നില്ല, നിന്റെ പ്രവർത്തികളെ പ്രതി നീ വിധിക്കപ്പെടും. നീ വിധിക്കപ്പെടുമെന്ന് ഞാൻ പറയുന്നതല്ല, ഇത് കർത്താവിൻ്റെ ജീവനുള്ള വചന. കത്തോലിക്ക സഭ, പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. ഓരോരുത്തർ നിൽക്കേണ്ടി വരും. തനത് വിധിക്കായി പൊതുവിധിക്കായി. 2 വിധി നമ്മൾ നേരിടണം. ഒന്ന് മരിച്ച് ആ സമയത്ത് നമ്മൾ കണ്ടു തനത് വിധി, 2 കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ സംഭവിക്കുന്ന പൊതുവിധി, ഫൈനൽ ജഡ്ജ്മെന്റ്, അന്ത്യവിധി. ഇത് 2ഉം നിത്യസത്യം. ഒരു കോടതിക്കും ഇത് മാറ്റാൻ പറ്റില്ല, ഒരു ഗവൺമെന്റിനും ഈ നിയമം മാറ്റാൻ പറ്റില്ല. ഇത് കർത്താവ് നിയമിച്ചിരിക്കുന്ന അപ്പോയിൻമെന്റുകളാണ് എല്ലാ മനുഷ്യർക്കും. മരണം, അതിനുശേഷം വിധി എന്ന് പറഞ്ഞ്, മരണം അതിനുശേഷം വിധി, മരണം അതിനുശേഷം വിധി. അപ്പൊ നമ്മുടെ പ്രവൃത്തികളെ പ്രതി നമ്മൾ വിധിക്കപ്പെടും. വെളിപാട് പുസ്തകം 22:12 ഈ സത്യമാണ് ആത്മാവ് നമ്മൾ അറിയിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവഭയത്തോടെ ജാഗ്രതയോടെ നിങ്ങൾ ആ വചനം സ്ക്രീനിലോട്ട് നോക്കി ഉച്ചത്തിൽ വായിക്കണം. എന്താ പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും ഒന്നെല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ഓരോരുത്തർക്കും. അത് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുക, എൻ്റെ ഭാര്യ ചെയ്ത പുണ്യപ്രവർത്തികള് അതിന്റെ ഫലം എനിക്ക് കിട്ടില്ല, അത് ഇവിടെ ചിലപ്പോൾ കിട്ടും. നിത്യതയിൽ ചെല്ലുമ്പോൾ അത് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. എൻ്റെ ഭർത്താവ് ചെയ്ത നന്മകള്, എൻ്റെ മാതാപിതാക്കള്, അല്ലെങ്കിൽ എൻ്റെ മക്കള്, എൻ്റെ പ്രിയപ്പെട്ടവര്, ആ നന്മകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോരുത്തരും, അതാ പറയാം, ഓരോരുത്തരും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ മാത്രമാണ് നമുക്ക് ഈ പൊസിഷൻസ് ഉള്ളൂ. നീ ഡോക്ടറാണ്, നീ എൻജിനീയറാണ്, നീ ടീച്ചറാണ്, നീ അഡ്വക്കേറ്റാണ്, നീ ബിസിനസ്സുകാരനാണ്, നീ കർഷകനാണ്, നീ IAS-കാരനാണ്, നീ IPS-കാരനാണ്. ഇതൊക്കെ ലോകത്തിലാണ്. ഈ ലോകം വിട്ട് നമ്മൾ നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ അവിടെ പൊസിഷനുകളില്ല, അവിടെ പ്രവർത്തികൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രവർത്തികളെ നോക്കിയാ കർത്താവ് വിധിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രവർത്തികളാണ് കർത്താവ് പറയുന്നത്. നീ ഡോക്ടറാണോ എന്ന് നോക്കിയിട്ടല്ല നിന്നെ വിധിക്കണേ, നീ സയൻറ്റിസ്റ്റ് ആണോ എന്ന് നോക്കിയിട്ടല്ല കർത്താവ് നിന്നെ വിധിക്കുന്നത്. നീ ഒരു ടീച്ചറാണോ, നീ ഒരു അഡ്വക്കേറ്റ് ആണോ, നീ ഒരു ബിസിനസ്സുകാരനാണോ, നീ ഒരു കൂലിപ്പണിക്കാരനാണോ, നീ ഒരു കർഷകനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല കർത്താവ് എന്നെയും നിന്നെയും വിധിക്കുന്നത്. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചപ്പോൾ നമ്മുടെ ചൈതികൾ നമ്മൾ എപ്രകാരമാണ് ജീവിച്ചത്, ആ ജീവിത പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് കർത്താവ് നിന്നെ വിധിക്കുന്നത്. മനസ്സിലാക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ. അഭിഷേകം നിറയട്ടെ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 22:11 ഞാൻ ആ വചനം വായിച്ച് ഒരു വിശുദ്ധമായ ഭയം എൻ്റെ ഉള്ളിലോട്ട് വന്നു. ഒരു ഹോളി ഫിയർ, ദൈവഭയം.
ആ വചനം എന്താ പറയും? നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണ്. എങ്കിൽ ഉച്ചത്തിൽ നിന്ന് വായിച്ച്, അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവർ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. എന്നാൽ എൻ്റെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, എൻ്റെ വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. 4 കാര്യങ്ങളാണ് ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി നോക്കി, പരിശുദ്ധ ബൈബിൾ അവസാനിക്കാൻ പോവുക. അനീതി പ്രവർത്തിക്കരുതെന്ന് പറയുന്ന കർത്താവ് ഇപ്പോൾ എന്താ പറയുന്നത്? അനീതി പ്രവർത്തിച്ചോളാൻ. എൻ്റെ ദൈവമേ, ഇതെന്നാ വചന ഇത്? നീ അനീതി പ്രവർത്തിച്ചോ, അനുതപിക്കുവാൻ, മനസാന്തരപ്പെടുവാൻ, പാപം ഉപേക്ഷിക്കുവാൻ, നിന്റെ പ്രവൃത്തികളെ, നിന്റെ ചൈതികളെ വിശുദ്ധീകരിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, തീരുമാനമില്ലെങ്കിൽ, കർത്താവ് പറയാ, നീ എൻജോയ് ചെയ്തോ, നീ ആഘോഷിച്ചോടാ മോനെ, എടാ മോളെ, നീ ആഘോഷിച്ചോ, നീ അനീതിയിൽ ആഘോഷിച്ചോ, നീ പാപത്തിൽ ജീവിച്ചോ, മദ്യപാനത്തിലെ, വ്യഭിചാരത്തിലെ, ലോകസുഖങ്ങളിലെ, ജഡിക പാപങ്ങളിലെ, ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലെ, എല്ലാവിധ സുഖലോലുപതകളിൽ നീ ജീവിച്ചോ. ആ വചനത്തിന് അർത്ഥം എന്താണെന്നറിയോ സഹോദരങ്ങളെ? അതിനർത്ഥം എന്താ? നീ ഇവിടെ ജീവിച്ചോ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ നിന്നെ പിന്നെ കണ്ടോളാന്ന്. അതെൻ്റെ അർത്ഥം. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. എവിടെ? നിത്യതയിൽ. നീ എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ല. ജഡ്ജ്മെന്റ് ഡേ, ആ തനത് വിധിയിൽ. ദൈവമേ, കൂട്ടുകൂടി കുടിച്ച് നടന്ന ഒരു കൂട്ടുകാരും കൂടെ ഉണ്ടാവില്ല. നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ, നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നമ്മൾ ധ്യാനിപ്പിച്ച ധ്യാനഗുരു, നമ്മുടെ വികാരിയച്ഛൻ, നമ്മുടെ അധികാരികൾ, ആരും കൂടെയില്ല. ഞാനും കർത്താവും മാത്രം. ആ രംഗം ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ ഒന്ന് ചിന്തിച്ച്, കർത്താവിനെ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുകയാണ്. സഭയിലെ വലിയൊരു വിശുദ്ധയായ അമ്മ ത്രേസ്യ, ആവിലയിൽ അമ്മ ത്രേസ്യ. അവൾ സഭയുടെ ഡോക്ടറാണ്, വേദപരംഗതയാണ് സഭയുടെ. അമ്മ ത്രേസ്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ ത്രേസ്യ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ കൊച്ചു സിസ്റ്റേഴ്സ് അമ്മയുടെ ചുറ്റും നിന്ന് ഇങ്ങനെ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മ ത്രേസ്യ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു സിസ്റ്റേഴ്സ് ചോദിച്ചു, അമ്മയ്ക്ക് മരിക്കാൻ പേടിയാണോ അമ്മേ? അമ്മയ്ക്ക് മരണഭയമാണോ? മരിക്കാൻ അമ്മയ്ക്ക് പേടിയാണോ? ഉടനെ അമ്മ ത്രേസ്യ പറഞ്ഞു, എൻ്റെ മക്കളെ, അമ്മയ്ക്ക് മരിക്കാൻ ഒരു ഭയവുമില്ല. പക്ഷേ ഈ മരണ വിനാഴികയിൽ അമ്മ ചിന്തിക്കുന്നത്, ഈ ലോകത്തിൽ അമ്മ ജീവിച്ചപ്പോൾ അമ്മയ്ക്ക് കർത്താവ് അനുവദിച്ച ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അമ്മ ചിന്തിക്കുന്നത്, ഞാൻ ചെയ്യാതെ പോയ നന്മകൾ, എനിക്ക് ചെയ്യാമായിരുന്നിട്ടും എൻ്റെ ഉപേക്ഷ മൂലം, എൻ്റെ അലസത മൂലം, എൻ്റെ അശ്രദ്ധ മൂലം, എൻ്റെ മടി മൂലം ഞാൻ ചെയ്യാതെ പോയ ഒരുപാട് നന്മകളുണ്ട്. മക്കളെ, ഇതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ അമ്മ നിൽക്കുമ്പോൾ, അമ്മ ചെയ്യേണ്ട നന്മകൾ പലതും ചെയ്തിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ഒരു വിശുദ്ധ ഭയം അമ്മയുടെ ഉള്ളിലേക്ക് വരിക. മക്കളെ, ഇതിനെ പ്രതിയാണ് അമ്മ കരയണേന്ന്. ആരാ പറയുന്നത്? ഇത്രയും വിശുദ്ധിയോടെ ജീവിച്ച അമ്മ ത്രേസ്യ പറയുക. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും സഹോദരങ്ങളെ? നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും? എന്തോരം നന്മകൾ നമ്മൾ തള്ളിക്കളഞ്ഞു. അലസത മൂലം, അശ്രദ്ധ മൂലം, നമ്മുടെ ഉദാസീനത മൂലം നമ്മൾ ഒത്തിരി അവഗണിച്ചു കളഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു കൊണ്ട് ശ്രദ്ധിക്കണം. നീ അനീതി ചെയ്തോ, നീ പാപത്തിൽ ജീവിച്ചോ, നിനക്കൊരു വിധിയുണ്ടെന്ന് നീ മറക്കണ്ട. എന്തോരം വചനം കർത്താവ് നമ്മളെ കേൾപ്പിച്ചു. എത്ര ധ്യാനത്തിൽ നമ്മൾ പങ്കെടുത്തു. എന്തോരം തിരുവചന സത്യങ്ങൾ ഈശോ നമ്മളെ പഠിപ്പിച്ചു. എന്നിട്ടും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനും അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ, വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ കർത്താവ് പറയാ, നീ ഉല്ലസിച്ചോ, നീ പാപത്തിൻ്റെ ആ നൈമിഷിക സുഖങ്ങളിൽ ജീവിച്ചോ, നിനക്കൊരു വിധിയുണ്ടെന്ന് നീ മറക്കരുത്. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നവരോട് ഈശോ പറയാ, എൻ്റെ നീതിമാന്മാർ ഇനിയും നിങ്ങളിത് കണ്ട് അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങളെ തന്നെ നീതീകരിക്കുക, എൻ്റെ വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എത്ര നാൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത്? നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത്? നമ്മുടെ അവസാന ശ്വാസം വരെ. എൻ്റെ വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ, നാളെയും വിശുദ്ധീകരിക്കപ്പെടട്ടെ, മറ്റന്നാളും വിശുദ്ധീകരിക്കപ്പെടട്ടെ, അടുത്ത മാസവും വിശുദ്ധീകരിക്കപ്പെടട്ടെ, അടുത്ത വർഷവും വിശുദ്ധീകരിക്കപ്പെടട്ടെ, ജീവിത അവസാനം വരെ വിശുദ്ധീകരിക്കപ്പെടട്ടെ. മനസ്സിലായി? ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രവൃത്തികളെ പ്രതി നമ്മൾ വിധിക്കപ്പെടും.
അതിൻ്റെ അവസാന ഭാഗത്തോട്ട് ഞാൻ നിങ്ങൾ വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരമുള്ളതാണെന്ന് ചിന്തിക്കണം. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, താൽക്കാലിക സുഖത്തിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവവചനത്തോട് ഡിസൊബീഡിയൻ്റ് ആകരുത്, അനുസരണക്കേട് കാണിക്കരുത്, അവിശ്വസ്തത കാണിക്കരുത്, അവിശ്വസ്തത കാണിക്കരുത്. കുടുംബജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, വൈദിക ജീവിതത്തിൽ, ഏകാവസ്ഥ ജീവിതത്തിൽ, ദൈവം വിളിച്ചിരിക്കുന്ന ജീവിത വിളിയിൽ അവിശ്വസ്തത കാണിക്കരുത്. അവിശ്വസ്തരുടെ പാദങ്ങൾ ഞാൻ തകിടം മറിക്കുന്ന കർത്താവ് പറയുന്നത്. അവിശ്വസ്തരെ എനിക്ക് വെറുപ്പാണെന്ന കർത്താവ്. വെറുപ്പെന്ന് പറയുന്നത് നീരസല്ല, അത് കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു, സങ്കടപ്പെടുത്തുന്നു എന്ന വചനം പഠിപ്പിക്കുന്നത്. പൗലോസ്ലിക സഭയോട് പറയുന്നുണ്ട്, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3:12. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കും. കണ്ടോ, ഒരു ക്വാളിറ്റി ടെസ്റ്റ് കർത്താവ് നടത്തുക. ആ നീതിപീഠത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത ചൈതികൾ കർത്താവ് പരിശോധിക്കുന്നത് അഗ്നിയാലാണ്, തീ. പണ്ടൊക്കെ നമ്മൾ ഈ വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട്, ഇപ്പോൾ കുറേയൊക്കെ മാറി, വസ്ത്രങ്ങൾ വാങ്ങാൻ നമ്മൾ തുണിക്കടയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണെന്നറിയോ? ഇത് നൈലോണാണോ അത് കോട്ടൺ തുണിയാണോ, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു നൂലെടുത്ത് നമ്മൾ ഈ തിരിയിലോട്ട് ഇങ്ങനെ വെറുതെ അതിലൊരു കത്തിക്കുമ്പോൾ നൈലോൺ ആണെങ്കിൽ അതിങ്ങനെ ഉരുകി പോകും. കോട്ടൺ തുണി ആണെങ്കിൽ അപ്പം തന്നെ അത് ചാരമായി പോകും. അപ്പോൾ കോട്ടൺ ആണോ നൈലോൺ ആണോ അതിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് ആണ്. ഇതുപോലെ നമ്മുടെ പ്രവർത്തികൾ അഗ്നിയാൽ കർത്താവ് പരിശോധിക്കും. അവിടെയാണ് നമ്മുടെ മോട്ടീവ് മനസ്സിലാക്കുന്നത്. എല്ലാം പുറത്തേക്ക് വരും സഹോദരങ്ങളെ. അവിടെ ഒളിച്ചു വെക്കാൻ പറ്റില്ല, അവിടെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. കർത്താവ് എല്ലാം നീതിപീഠത്തിൽ വെളിപ്പെടുത്തുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അഗ്നി തെളിയിക്കും. അതുകൊണ്ട് നമ്മുടെ പണി എങ്ങനെയുള്ളതാണ്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ ചൈതികൾ എങ്ങനെയാണ്. നമ്മൾ സ്വർണം കൊണ്ടാണോ പണിയുന്നത്, നമ്മൾ രത്നങ്ങൾ കൊണ്ടാണോ പണിയുന്നത്, നമ്മൾ വജ്രങ്ങൾ കൊണ്ടാണോ പണിയുന്നത്, അതോ നമ്മുടെ പണി പുല്ലുകൊണ്ടാണോ? ഈ പുല്ലിലോട്ട് തീ വന്ന എന്തായിരിക്കും? ഒറ്റ കത്തില്ല, അത് കഴിച്ചാറായി. വൈക്കോലാണെങ്കിലോ ഇത് തന്നെ, തടിയാണെങ്കിലോ കത്തും, സ്വർണ്ണമാണെങ്കിലോ അത് കരിഞ്ഞു പോവില്ല, രത്നങ്ങൾ കരിഞ്ഞു പോവില്ല. എൻ്റെ സഹോദരങ്ങളെ, അത് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ആഴത്തിൽ കുഴിച്ചെടുക്കണം. സ്വർണ്ണഖനികളൊക്കെ അതാണ്. ഈ കാർബണാണ് അത് സ്വർണമായിട്ട് മാറുന്നത്. അതെങ്ങനെയാണ് കാർബൺ മാറുന്നത്? ഒരു ഭാഗത്ത് നിന്ന് പ്രഷർ, ഒരു ഭാഗത്ത് നിന്ന് ഹീറ്റ്, ഈ ചൂടും പ്രഷറും കാർബൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, ഞെരുക്കുമ്പോൾ, അത് വർഷങ്ങളോളം അത് വരുമ്പോൾ ഈ കാർബൺ പിന്നെ എന്തായി മാറുന്നു? കാർബൺ സ്വർണമായിട്ട് മാറുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സഹനങ്ങൾ തരും, കഷ്ടതകൾ തരും, കണ്ണുനീരുകൾ തരും. ഇതൊക്കെ പ്രഷറാണ്. എന്തിനാ? ഈ കരിക്കട്ട സ്വർണമായിട്ട് മാറാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ ഓർത്ത് നമ്മൾ കരിക്കട്ടകളാ. ഈ കരിക്കട്ടകള് സ്വർണമായിട്ട് മാറണം. ഇത് വജ്രങ്ങളായി മാറണം, വിലപിടിപ്പുള്ള ജീവിതങ്ങളായി മാറണം, മഹത്വത്തിൻ്റെ ജീവിതങ്ങളായി മാറണം, കൃപയുള്ള ജീവിതങ്ങളായി മാറണം. അതിന് ചില പ്രഷറുകൾ കർത്താവ് തരുന്നത്, ചില ഹീറ്റ്, നമ്മളെ ചൂടടിപ്പിക്കും. നല്ല ചൂട്, നമുക്ക് ഭയങ്കര ടെൻഷൻ, സ്ട്രെസ്, സഹനങ്ങൾ, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത പല സങ്കടങ്ങൾ, ക്രൈസിസുകൾ, ഇതൊക്കെ നമ്മളെ പ്രഷർ ചെയ്യും, നമ്മളെ ഞെക്കിഞ്ഞെരുക്കും. നീ വിഷമിക്കണ്ട. നിന്നെ മഹത്വമുള്ളവനാക്കാൻ കർത്താവ് ചെയ്യുന്ന രക്ഷാകര പ്രവർത്തികളായത് മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവ്. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, എത്ര വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. നമ്മുടെ സംസാരത്തെ പ്രതി, നമ്മുടെ പ്രവൃത്തികളെ പ്രതി, നമ്മുടെ ജീവിതത്തെ പ്രതി നമ്മൾ വിധിക്കപ്പെടും, നമ്മൾ പരിശോധിക്കപ്പെടും എന്നുള്ള സത്യം മനസ്സിലാക്കി, ഭയം കൊണ്ടല്ല, കർത്താവിനുള്ള സ്നേഹം കൊണ്ട് എല്ലാം സ്നേഹത്തെ പ്രതി ചെയ്യുക. പൗലോസ് പറഞ്ഞില്ലേ, കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. കൃപയുള്ളൊരു അപ്പനായി, കൃപയുള്ളൊരു അമ്മയായി, കൃപയുള്ളൊരു ഭർത്താവായി, കൃപയുള്ളൊരു ഭാര്യയായി, മകനായി, മകളായി, കൃപയുള്ളൊരു സമർപ്പിതയായി, കൃപയുള്ളൊരു വന്യവൈദികനായി കർത്താവിൻ്റെ സഭയ്ക്കും
കർത്താവിൻ്റെ ജനത്തിനും അവൻ്റെ വചനത്തിനും സാക്ഷ്യം നൽകി ജീവിക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. നമ്മൾ ഈ കൃപയിൽ വളരണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇത് ചെയ്യണം. ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നു. ആ ഒരു ബോധ്യത്തോടെ കർത്താവിനോട് ചേർന്ന് നരകത്തെ പേടിച്ചോ സ്വർഗത്തെ ആഗ്രഹിച്ചല്ല നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കേണ്ടത്. മറിച്ച് അത് കർത്താവിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റാണ്, കർത്താവിന് നമ്മുടെ സ്നേഹമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പറഞ്ഞത്, കർത്താവേ, ഞാൻ നരകത്തെ പേടിച്ചാണ് നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ കെടാത്ത നരകത്തിൻ്റെ അഗ്നിയിലേക്ക് നീ എന്നെ എറിഞ്ഞു കളയണം. ഞാൻ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ നീ എൻ്റെ നേരെ കൊട്ടിയടയ്ക്കണം. അല്ല കർത്താവേ, അങ്ങയെ മാത്രം ആഗ്രഹിച്ച് അങ്ങയോടുള്ള സ്നേഹം മാത്രമായിട്ടാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ എൻ്റെ കർത്താവേ, ഇരുകരങ്ങൾ നീട്ടി നീ എന്നെ ആശ്ലേഷിക്കണം, നീ എന്നെ ആശ്ലേഷിക്കണം. ആ കരവലയത്തിൽ എനിക്ക് ആയിത്തീരണം. ഹല്ലേലൂയ. ഇതാണ് ട്രൂ ബിലീവർ, ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ ദൈവ പൈതൽ. ഈ ഒരു ചിന്തയാണ് എല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ ചെയ്യുക. ഒന്നും പേടിച്ചിട്ടല്ല, നരകത്തെ പേടിച്ചോ സ്വർഗം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം, ആ സ്നേഹമാണ് വിശുദ്ധിയോടെ കൃപയോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നിത്യതയുടെ സുവിശേഷം എന്ന ഈ ശുശ്രൂഷ, അതിനാണ് ഷെക്കേന ന്യൂസിലൂടെ ജനലക്ഷങ്ങൾക്ക് കർത്താവ് തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം.